യഥാർത്ഥത്തിൽ ഇസ്ലാം പെണ്ണിന് ഹിജാബ് നിശ്ചയിക്കുക വഴി കൺട്രോൾ ചെയ്യുന്നത്, സപ്രസ് ചെയ്യുന്നത് പുരുഷന്റെ സെക്ഷുവാലിറ്റിയാണ്. ആ നിയമം പോലും യഥാർത്ഥത്തിൽ പെണ്ണിനെ അല്ല നിയന്ത്രിക്കുന്നത്, ആണിനെയാണ് നിയന്ത്രിക്കുന്നത്. കാരണം ഇസ്ലാമിക ഹിജാബ് മറച്ചു വെക്കുന്ന ശരീരഭാഗങ്ങൾ, ഒരു പെണ്ണിൻ്റെ ശരീരഭാഗങ്ങൾ തുറന്നു വെക്കപ്പെട്ടാൽ അതിൽ നിന്ന് ആർക്കെങ്കിലും ലൈംഗികമായ അനുഭൂതി ലഭിക്കുന്നുണ്ടെങ്കിൽ, ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പുരുഷനാണ് ലഭിക്കുന്നത്. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗികാസ്വാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത് കണ്ണാണ്. അത് പലപ്പോഴും നമ്മുടെ ആളുകൾ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പുരുഷൻ്റെ ശരീരം തുറന്നു വെക്കപ്പെട്ടാൽ അത് ഒരു സ്ത്രീയിലുണ്ടാക്കുന്ന പ്രതിഫലനവും ഒരു പെണ്ണിൻ്റെ ശരീരം തുറന്നു വെക്കപ്പെട്ടാൽ അത് കാണുന്ന ഒരു ആണിലുണ്ടാകുന്ന പ്രതിഫലനവും എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അത് ഫെമിനിസത്തിൻ്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ അതിനെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ബയോളജിക്കലി അത് വളരെ വ്യത്യസ്തമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ വിവാഹത്തിന് പുറത്ത് തൻ്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയെ ഈ രീതിയിൽ ആസ്വദിക്കുവാനുള്ള പുരുഷൻ്റെ, അവൻ്റെ ഗെയ്സ് എന്ന് പറയുന്ന, അവൻ്റെ കാഴ്ച, ദൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗത്തെ അത് ഒരു പുരുഷൻ എന്ന നിലക്ക് അധികാരത്തോടു കൂടി നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ശരീരത്തിലേക്ക് കടന്നു കയറാനുള്ള അവൻ്റെ ആ പുരുഷാധിപത്യപരമായ ഒരു പരിശ്രമത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം തടയിടുന്നത് എന്നതാണ് ആ വിഷയത്തിലുള്ള സത്യം.